യാതൊരു അനക്കവും തട്ടാതിരുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോ ചെയ്യാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇതോടെ നാട്ടു നടപ്പ് അല്ലേ തുടങ്ങണം. അപ്പൊ എന്തായാലും ഞങ്ങൾ ബാലി വരെ പോയ ഒരു വീഡിയോന്റെ കുറച്ച് ഇതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കുറച്ചധികം ഒരു 50 മിനിറ്റ്. വിസിന്റെ ഫോട്ടോ ആണ് ഇപ്പൊ കാണിച്ചു തന്നത്. നമ്മൾ എയർപോർട്ടിന്റെ പുറത്തിറങ്ങി തന്നെ കാണുന്ന പോലെ സിം എടുക്കാൻ വേണ്ടിട്ട് ഇഷ്ടം പോലെ ടീം ഉണ്ടാവും അവിടെ. നല്ല ഭംഗിയില്ലേ, കുറേ ഭയങ്കരമായിട്ട് പരസ്യം കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ പുറത്ത് കാണുന്ന ആൾക്കാരൊക്കെ ഓരോരുത്തരെ സ്വീകരിക്കാൻ നിൽക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ടൂർ ഗൈഡ് ബുർഹാൻ എന്നാണ് അവരുടെ പേര്. നല്ല അടിപൊളിയായിട്ടുള്ള സ്വീകരണം നമുക്ക് കിട്ടിയത് അവരുടെ ഭാഗത്തു നിന്നൊക്കെ. മാലൊക്കെ ഇട്ട് സ്വീകരിച്ചു. കുറെ നേരം വെയിറ്റ് ചെയ്തെടുത്ത് കിട്ടി. ഇത് നമ്മളിവിടെ അവര് അറേഞ്ച് ചെയ്ത ബസ്സിൽ പോവുകയാണ്. അപ്പൊ അതിന്റെ എയർപോർട്ടിന്റെ ഒരു ക്ലിപ്പ് നമ്മളിങ്ങനെ എടുത്തതാണ്. പിന്നെ നേരെ നമ്മൾ ചെന്നത് ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിട്ടുള്ള ബൊഫേ. നല്ല ഫുഡായിരുന്നു. അതായത് ഫസ്റ്റ് തന്നെ അറിയുമ്പോൾ നമുക്ക് അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് ചിലപ്പോൾ സെറ്റ് ആയില്ലെങ്കിൽ വിചാരിച്ചിട്ട് നമ്മളോട് ചോദിച്ചിരുന്നു അവര് എന്താ വേണ്ടത്. അപ്പൊ നമ്മള് പറഞ്ഞു ഇന്ത്യൻ ഫുഡ് മതി എന്നുള്ളത്. പാഷ അറ്റ്ലിയർ എന്നാണ് നമ്മള് താമസിച്ച ഹോട്ടലിന്റെ പേര്. നല്ല ഫെസിലിറ്റി തരുന്ന ഹോട്ടലാണ്. റൂമും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. വെയിറ്റിംഗും ഇല്ലാതെ നമ്മള് അവര് നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു എല്ലാവരും ഏകദേശം നല്ലോണം ടയർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ റൂമിലെത്തി. റൂമും അതേപോലെ നല്ലൊരു പൂർവ്വക്കുള്ള നല്ല അത്യാവശ്യം നല്ല റൂമായിരുന്നു അല്ലേ? അതെ, ഒരു നമ്മള് AC ഒക്കെ ഇട്ടിട്ട് നമ്മളൊരു ക്ഷീണക്കാർ മുന്നേ തന്നെ മനസ്സിലാക്കി തോന്നി. AC ഒക്കെ ഇട്ട് നല്ല തണുപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്ന റൂമൊക്കെ. ഒരുപാട് പേരൊക്കെ വരികയാണെങ്കിൽ താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. കാരണം അത്രയും റൂമുകൾ അവിടെ ഉണ്ട്. നമ്മള് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഉളുവാട്ട് ടെമ്പിൾ ആയിരുന്നു ഈ കാണുന്നേ. നമ്മൾ എത്തിയ ഉടനെ തന്നെ പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം അപ്പൊ തന്നെ ഇറങ്ങി. അതങ്ങനെ ഒരു ഈവനിങ് കാണേണ്ട ഒരു സ്ഥലമായിരുന്നു. നമുക്കറിയാം, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പൊതുവെ ഈ ടെമ്പിളിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ ബാരി സൈഡില് ഇതുപോലുള്ള ഇങ്ങനെ കളറായിട്ടുള്ള കുറച്ച് ലുങ്കി അല്ലെങ്കിൽ ഒരു സ്കേർട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. അതിങ്ങനെ ഷോർട്ട് ഡ്രസ്സ് ഇടുന്നവര് അത് ഹൈഡ് ചെയ്തിട്ട് വേണം, അത് കവർ ചെയ്തിട്ട് വേണം ആ ടെമ്പിളിന്റെ ഉള്ളിൽ കയറാനെന്ന്. അപ്പൊ പുറത്തന്നെ അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നമ്മള് ഫുൾ ലെങ്ത്തുള്ള ഡ്രസ്സ് നമ്മൾ ഇട്ടിക്കണ വെച്ചാൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്ത മരത്തിലുള്ള ഒരു ചെറിയൊരു കളറായിട്ടുള്ള ഒരു റിബൺ തരും. അത് കെട്ടണം. അതവിടെ നിർബന്ധമാണ് അല്ലെ? എല്ലാവരുടെ കയ്യിലും. അതല്ലെങ്കിൽ ഇതുപോലെ വയലറ്റ് കളറിൽ അത് ഷോർട്സ് യൂസ് ചെയ്തവർക്ക് ഫുൾ കവർ ചെയ്യുന്ന പോലുള്ള ഒരു സ്കേർട്ട് കൊടുക്കും. നല്ലൊരു സ്കൈ ആൻഡ് സൺ വ്യൂ അങ്ങനെയാണ് കിട്ടുന്നത് അവിടെ. ആ ഒരു ടൈമിൽ നമ്മൾ എത്തിപ്പെട്ടത് ഇവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് സൺ സീ സ്കൈ ഒരു SSS എന്ന വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. അത്രയും ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. അതെ, ഫുൾ ഫോറിനേഴ്സ് ആയിരുന്നു. അവര് ഈ എല്ലാവരും കറക്റ്റ് നമ്മളെ സൺസെറ്റിന്റെ സമയത്താണ്. പക്ഷെ കുറച്ച്
മുഴുവനായിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ നിന്ന് കാണാൻ, വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ലൊരു പ്ലേസ് ആയിരുന്നു. വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യ വ്യൂ ആയിരുന്നു. ഭയങ്കര രസമാണ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇവരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഒക്കെ അവിടെ ദൂരത്ത് നോക്കി കാണാം. അവിടെ കുറെ ആൾക്കാരെ തിങ്ങി. അതൊരു ഒരു ഡാൻസ് ആണ്, അവരുടെ ഒരു ഫോക്ക് ഡാൻസ് ആയിരുന്നു അവിടെ. തിരക്കോണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അത് പിന്നെ അവിടെ ക്യൂ നിന്നാണ് നമുക്ക് കാണാമായിരുന്നു. പിന്നെ നമ്മള് ബാക്കിയുള്ള ടെമ്പിളിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം, അത് ഫുള്ള് കണ്ട് കവർ ചെയ്ത് വന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ ആ ഫോക്ക് ഡാൻസ് കൂടി കാണാന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു. പിന്നെ ബാലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വീടുകളെക്കാൾ കൂടുതൽ അമ്പലങ്ങളുള്ള സ്ഥലമാണ്. കാരണം ഓരോ വീടിന്റെ മുന്നിലും അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ അമ്പലങ്ങളാണ് അവിടെ കാണാനുള്ളത്. പിന്നെ ഈ ടെമ്പിളിൽ നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല് ഇവിടെ കുറെ മങ്കീസ് ഉണ്ട്. അപ്പൊ നമ്മളോട് ആദ്യം ഗൈഡ് പറഞ്ഞിരുന്നു നിങ്ങളെ ഫോണും കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളത്. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ പോക്കറ്റിൽ നിന്ന് വന്നിട്ട് മങ്കി ഫോൺ എടുത്ത്, പിന്നെ നമ്മൾ കുറെ ആൾക്കാരൊക്കെ കൂടി കഷ്ടപ്പെട്ടിട്ടാണ് ആ ഫോൺ തിരിച്ചു കിട്ടിയത്. ഇത് കഴിഞ്ഞ് നേരെ അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് കഴിക്കാനാണ് പോയത്. സീ ഫുഡ് ജിംബാരൻ ബേ എന്ന് പറഞ്ഞൊരു ബീച്ചിന്റെ സൈഡിലുള്ളൊരു നല്ല അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറന്റ് ആയിരുന്നു. നല്ല ബീച്ച് വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡിന്റെ എന്താ വെച്ചാല് അവിടുത്തെ ട്രഡീഷണൽ ഫുഡായിരുന്നു. അതായത് ഒരു സീ ഫുഡ് ആയിരുന്നു, സീ ഫുഡ് പ്ലാറ്റർ ആയിരുന്നു. നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. സെറ്റപ്പ് ഒക്കെ കഴിക്കാൻ എങ്ങനെയുണ്ട് എന്നുള്ളത് കണ്ടറിയാം. അതായത് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ടേസ്റ്റ് ചെയ്തു. പക്ഷെ ഫെബിക്ക് അത് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ആ ഹോട്ടലിൽ തന്നെ എന്താ പറയുക ഒരു ട്രഡീഷണൽ ഡാൻസ് ഫോമാണ്. അപ്പൊ നമുക്ക് ഫുഡ് എത്തുന്ന വരെ ആ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതുണ്ടായിരുന്നു. നമ്മളവരെ കൂടെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് അല്ലേ. ഒരു ഭയങ്കര സ്ലോ ആയിട്ടുള്ള കാണാനൊരു ഫീൽ ഗുഡ് എന്നൊക്കെ പറയില്ല, അങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയൊരു നല്ല ഭംഗിയുള്ള രണ്ടാൾക്കാരായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെയും കണ്ടിരിക്കാം. അതെ, ആദ്യം നമുക്ക് സൂപ്പ് കിട്ടി. കുഴപ്പമില്ല, സൂപ്പ് അല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ കുറച്ച് ജ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇതായിരുന്നു, നല്ല ഒരു ഇളനീര്. ഇളനീരെന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഒരു 10 ലിറ്റർ വെള്ളം ഉണ്ടാവും. അത് നല്ല മധുരമുള്ള ഞാൻ ആസ്വദിച്ച് കുടിച്ചത് ഇത് തന്നെയായിരുന്നു. ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന ആൾക്കാരാണ്. ഇത് ഇനി ഇവരൊരു ഐഡിയ ഒന്നും അറിയില്ല കേട്ടോ. ആദ്യം ഇത് കൊടുന്ന് വയറ് ഫുള്ളാക്കിയിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫുഡ്. ഇതിൽ ഞണ്ടുണ്ട്, മീനുണ്ട്, എന്തൊക്കെയോ മീനുണ്ട്, പിന്നെ ഒക്ടോപ്പസ് ഉണ്ട്. പ്രോൺസ് ഞാൻ കഴിച്ചിരുന്നു, അത് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. ഒക്ടോപ്പസ് ഫുള്ളും അജു തന്നെ കഴിച്ചത്. കുഴപ്പമില്ല, എനിക്ക് 1-2 സാധനങ്ങളൊക്കെ ഇഷ്ടമായി. ഓരോരുത്തരുടെ ഫേസ് കണ്ടാലും അറിയാം ഇത് വീഡിയോ എടുക്കുമ്പോൾ മാത്രം അത്ര ആസ്വദിച്ച് കഴിക്കണത്. പിന്നെ ഞാൻ അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പ്രസന്റേഷൻ അല്ലേ. ഒരു വുഡിന്റെ ഒരു പ്ലേറ്റ് അല്ല, ഒരു അങ്ങനത്തെ ഒരു ബേസ്, ആ ബേസിൽ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് തന്നു. അപ്പൊ നമുക്ക് കണ്ടിരിക്കാൻ കുറച്ച് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ദൂരത്തിന് ഇതുപോലുള്ള റെസ്റ്റോറന്റുകളാണ് ഉള്ളത്. ബീച്ച് സൈഡിൽ നമ്മൾ ഗോവയ്ക്ക് പോകുമ്പോൾ ഉള്ള പോലെ തന്നെ ബീച്ചിലായിട്ട് ഫുള്ള് റെസ്റ്റോറന്റ് ലൈറ്റ് കാണുന്നതൊക്കെ അതാണ്. അങ്ങനെ പുറത്ത് ഓരോരോ റെസ്റ്റോറന്റിൽ ഓരോ ടൈപ്പിലാണ് അവർ സ്വീകരിക്കുന്നത്. ഇവിടെ ഒരു ഡാൻസ് ആണെങ്കിൽ അപ്പുറത്തെ സൈഡ് ഇതുപോലെ പാട്ടൊക്കെ പാടി സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഒരു സാധാ നോർമൽ നമുക്ക് ഒരു 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും വെച്ചിട്ട് ഒരു സൈഡിൽ ഒരു ട്രഡീഷണൽ, ഒരു സൈഡിൽ പിന്നെ സാധാ ഫ്രൂട്ട്സും. എല്ലാ രാജ്യക്കാരെയും അവർ ട്രീറ്റ് ചെയ്യുന്ന പോലുള്ള ഫുഡാണുള്ളത്. എല്ലാ രാജ്യക്കാർക്കും ഇഷ്ടാവുന്ന രീതിയിലുള്ള റൈസ് ഐറ്റംസും റൊട്ടി അങ്ങനത്തെ ഐറ്റംസും പിന്നെ ബ്രെഡ്, ജാം, ബട്ടർ, അങ്ങനെ സാധാ നോർമൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട ഫ്രൂട്ട്സും കട്ട് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് പിന്നെ നൂഡിൽസ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഒരു ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ടായിരിക്കും എല്ലാ ഹോട്ടലിലും ഏകദേശം ഇങ്ങനെ തന്നെയാണ് ബൊഫയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. എല്ലാ രാജ്യക്കാരും മൈൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ജ്യൂസും എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് വണ്ടി റെഡി ആയിരിക്കും. പെർത്താമിന എന്ന് പറഞ്ഞ പെട്രോൾ പമ്പാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് സൂം ചെയ്തെടുത്തതാണ്.
ക്ലീൻ ആണ്. പിന്നെ അതേപോലെ ട്രാഫിക്കും കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെന്ന് തോന്നുന്നു, കാരണം നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഡേ 2 നമ്മൾ ക്രിസ്റ്റൽ ബേ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവാണ്. പിന്നെ ന്യൂസാ പെനിഡ എന്ന് പറഞ്ഞ അങ്ങനത്തെ 2 സ്ഥലങ്ങളിലാണ് പോണത്. അപ്പൊ അതിനൊരു ബോട്ടിൽ കയറിയിട്ട് വേണം പോവാന്. ഇത് അവിടുത്തെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐക്കോണിക് പ്ലേസ് ആണ്. കാരണം രാവിലെ നേരത്തെ പോയിട്ട് നമ്മൾ ആ ബോട്ടിന്റെ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പൊ നമ്മളിങ്ങനെ ഒരു ടീമിന്റെ കൂടെ ആയതുകൊണ്ട് അതെല്ലാം അവരെന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് അവിടെ കയറാനുള്ള പാസ്. അപ്പൊ അതിൽ കയറിയിട്ട് ഈ തൊപ്പിക്കാരാണ് കേട്ടോ ഞങ്ങള് സാന്റമോണിക്കയിലുള്ള കൂടെ വന്നിട്ടുള്ളവരാണ് ഈ ഓറഞ്ച് തൊപ്പി. തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരുണ്ടല്ലോ, അപ്പൊ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവര് തന്നതാണ്. നല്ല അടിപൊളി സ്ഥലമായിരുന്നു ഈ ബോട്ട് കയറാൻ പോകുന്ന സ്ഥലവും പിന്നെ ആ ബോട്ടിലുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു ആ സമയത്ത്. നമുക്ക് കൂടുതലും ഫോറിനേഴ്സ് ആയിരുന്നു അല്ലേ. ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാല് നമ്മുടെ നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരേപോലെ തന്നെയാണ്. ഒരു വൈകുന്നേര സമയങ്ങളിൽ നമ്മുടെ നാട്ടിലിനേക്കാളും കുറച്ചും കൂടി ഒരു തണുപ്പുണ്ടെന്നുള്ളൂ, വേറെ മാറ്റമൊന്നുമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് പിന്നെ ഒരു അടുത്ത ടിക്കറ്റ് എടുക്കുന്നത് കുറച്ച് ദൂരം കാറിൽ പോകാനുണ്ട്. ഇതൊക്കെ നമ്മൾ അവിടെ പോയിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ടീം, അതായത് സാന്റമോണിക്ക എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറേണ്ട ഒരു പാസ് നമ്മൾ തന്നെ എടുത്ത് കയറി അല്ലേ. നമ്മളിങ്ങനെ ക്രിസ്റ്റൽ ബേ ബീച്ചിലേക്ക് കയറാൻ പോവാണ്. ബീച്ചിലെത്തി കഴിഞ്ഞാല് അവിടെ നമുക്ക് അമ്പലം കാണാൻ പറ്റും. അമ്പലങ്ങളില്ലാത്തൊരു സ്ഥലം ബാലിയിൽ ഇല്ല എന്നുള്ളതാണ്. അതെ, അതും നല്ല രസമാണ് കാണാൻ. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, കുറച്ചും കൂടി ആർക്കിടെക്ചർ ആയിട്ടുള്ള കുറച്ചും കൂടി ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു കാണാൻ. ബാലിയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള സ്ഥലത്തേക്കും ഏറ്റവും ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം, ഏറ്റവും ക്ഷീണിച്ച സ്ഥലത്തേക്കാണ് ഈ പോണത്, ന്യൂസാ പെനിഡ ഐലൻഡ്. ഇത് പറഞ്ഞാല് നമ്മൾ കുറേ വീഡിയോസിൽ ഇതിലും കണ്ടിട്ട് എന്തായാലും കാണണം എന്നുള്ളൊരു പ്ലേസ് ആയിരുന്നു. അപ്പൊ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ എല്ലാവരും കണ്ടു, കുറെ വീഡിയോസിലും കണ്ടാണ്. പക്ഷെ അത് താഴത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആയിരുന്നു. ചുരുങ്ങിയ ആൾക്കാർ മാത്രല്ലേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ കൂട്ടത്തില് ഞങ്ങൾ 2 പേരും പിന്നെ ജോളി എന്ന് പറയുന്ന ഒരു സാറുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ നമ്മൾ മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം നല്ലോണം ടയർഡായി. ഇറങ്ങുമ്പോൾ ഇതിപ്പോ ഈ കാണുന്ന പോലെ കുത്തനുള്ള സ്റ്റെപ്പ് ആയിരുന്നു. ആദ്യം കുറച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു, ഒരു 10-20 എണ്ണം. പിന്നെ ഫുള്ള് സ്റ്റെപ്പ് ഒന്നുമില്ല, ഫുള്ള് കല്ലും മുള്ളും നിറഞ്ഞ അതായത് ഇതിൽ കാണാൻ വഴികളായിരുന്നു. അതാണെങ്കിൽ ഇത്രയും ടാസ്ക് നമ്മൾ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ ഇറങ്ങേണ്ടി വരുന്നത്. ഭയങ്കര എന്താ പറയാ, നല്ല ക്ഷീണിച്ചു. ഇറങ്ങുന്ന പോലെയല്ല, കയറണമെന്നുണ്ടെങ്കിൽ ഇറങ്ങേണ്ട ത്രിബിള് പണിയായിരുന്നു. പക്ഷെ നമുക്ക് ഒരൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, അവിടെ ഇറങ്ങിയിട്ട് ആ വാട്ടറിന്റെ കളർ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു ബ്ലൂ ഗ്രീനിഷ് അങ്ങനത്തെ. തിരിച്ചു കയറുന്ന സമയത്ത് നമുക്ക് മുഴുവൻ ക്ലിപ്പ് എടുക്കാനും പറ്റിയില്ല, കാരണം ഞാൻ ഫ്രണ്ടിൽ കയറി ബാക്കിലിരുന്ന് അജു വന്നിരുന്നേ. എന്തായാലും ന്യൂസാ പെനിഡ അത്രയും അടിപൊളിയായിരുന്നു, ഭയങ്കര ഒരു അനുഭവമായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം ഞാൻ അത്രയും ദൂരം നടന്നത്. നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. മേലെ കയറി വന്ന് കുറച്ചങ്ങ് കടന്നു. പിന്നെ അവിടെ വെച്ചിട്ട് നമ്മൾ വിദേശികളൊക്കെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ അതെനിക്ക് നല്ലോണം ഇഷ്ടമായി. ഞാനവിടെ ഇരിക്കുമ്പോൾ അവിടുത്തെ കുറച്ച് വെള്ളം കയ്യിലുണ്ടായിരുന്നുള്ളൂ. അവർ ഇത് വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് നല്ലൊരു അനുഭവമായിരുന്നു. ഇത് ഞങ്ങൾ തിരിച്ചു പോരുന്ന ബോട്ടിന്റെ ഒരു അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ചൂടെടുത്തപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ പുറത്താണ് ഇരുന്നത്. അങ്ങനെ തിരിച്ചു സമയം നല്ലൊരു സമയമായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ എല്ലാവരും കൂടി ബസ്സിൽ കയറി. നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ ടൂർ ഗൈഡ് തരുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അർജൻറ്റായിട്ട് കയ്യിൽ കരുതേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് മണി എക്സ്ചേഞ്ച്. നമ്മൾ അവിടുത്തെ കറൻസി നമുക്ക് വേണം എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന വഴിക്കുള്ളൊരു കറൻസി പറഞ്ഞാൽ നല്ല കോമഡിയാണ്. 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം സിംഗിൾ നോട്ട് ആയിരുന്നു അല്ലേ. 1 ലക്ഷത്തിന്റെ ഒരു സിംഗിൾ നോട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അത് 1 ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തൊരു 500 രൂപന്റെ അടുത്തേ ഉള്ളൂ. അപ്പൊ 1 ലക്ഷം 2 ലക്ഷം 1 ലാക്ക് 2 ലാക്ക് അങ്ങനെ പറയാം. പിന്നെ നമ്മൾ മണി എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ അന്ന് നമുക്ക് നൈറ്റ് ഇന്ത്യൻ ഫുഡ് തന്നെ ആയിരുന്നു അല്ലേ. ഇന്ത്യൻ ഫുഡായിരുന്നു. പിന്നെ നല്ലൊരു
റെസ്റ്റോറന്റ് ആംബിയൻസ് ആയിരുന്നു. അവിടെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വെറുതെ ഒരു റൂമിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് ജസ്റ്റ് എങ്ങനെയാണ് പുറം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നൈറ്റ് ലൈഫ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പുറത്തിറങ്ങി. പക്ഷെ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു, അപ്പൊ നമുക്ക് ആ ഒരു ലോക്കൽ ഏരിയ ഒന്നും നമുക്ക് കിട്ടിയില്ല, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കാരണം അത്യാവശ്യം അതിന്റെ അടുത്തുള്ള ചെറിയ ചെറിയ ഷോപ്പ് ഇതൊക്കെ ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഡേ 3 സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലെ തന്നെ ആയിരുന്നു. മെനുവിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഈ ചെറിയ ചെറിയ ഫ്രൂട്ട്സുകൾ മാറ്റം ഉണ്ടായിരുന്നു. അതായത് ചിക്കൻ അങ്ങനത്തെ ഐറ്റംസിലും ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ നോർമൽ പോലെ തന്നെയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആംബിയൻസ് അടിപൊളിയായിരുന്നു. ടൂർ ഗൈഡ് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞുതരും. ഫിബി നല്ല ഓർക്കായിരുന്നു. പിന്നെ തമ്പക്സിറിങ് ഹോളി വാട്ടർ ടെമ്പിൾ, അതായത് ഇവിടുത്തെ ഒരു അമ്പലമാണ്. പറഞ്ഞില്ലേ, മൊത്തം എല്ലായിടത്തും പോയാലും അമ്പലമാണ്. അവിടെ ഒരു ഹോളി വാട്ടർ ഉണ്ട്. ഇത് അതേപോലെ തന്നെ ഒരു ഐക്കോണിക് പ്ലേസ് ആണ് അല്ലേ ബാലിയില്. കുറെ ഫോട്ടോ സെക്ഷൻ ഒക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഒരുപാട് ഫോറിനേഴ്സ് അവിടെ വന്നിട്ട് ഒരു ഹോളി വാട്ടർ ഉണ്ട്. അവിടെ നമുക്ക് കുളിച്ച് ഫ്രഷ് ആയാലും നമ്മളെ എന്താ പറയാ കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ എന്താ പറയാ പറയുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു വിശ്വാസമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ അതേപോലെ ആ ഒരു തുണി നമ്മൾ അവരെടുക്കാൻ തരും. ഒരു ഡേറ്റ് നമുക്ക് അവിടുന്ന് അവർ തരുന്നതാണ്. നമുക്ക് ഇങ്ങനെ ഫുൾ കവർ ചെയ്തിട്ട് നമുക്ക് അതിട്ട് എന്തായാലും ഉള്ളിൽ കയറുമ്പോൾ അത് വേണം, നിർബന്ധമാണ്. പിന്നെ അങ്ങനെ കുറെ സ്പോട്ടുകളുണ്ട് അവിടെ. ഇങ്ങനെ ഫോറിനേഴ്സ് ഇങ്ങനെ വരയ്ക്കുന്നുണ്ടാവും ഓരോരുത്തർ ഫോട്ടോ എടുക്കാൻ. ഇത് അവിടുത്തെ കുറച്ച് അവരൊരു പ്രാർത്ഥന, അവര് നല്ലൊരു രസം ഉണ്ടായിരുന്നു. ഇവരിങ്ങനെ ഇരുന്ന് എല്ലാവരും ഒരു പച്ച ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്. നല്ല ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ കുറെ എല്ലാവരും എന്താണ് ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടാവും ഇതിലിറങ്ങി കുളിക്കാൻ വേണ്ടിയിട്ട്. കുറെ ആൾക്കാർ നമ്മൾ എല്ലാവരും കുളിക്കുന്നതും കണ്ടു അവിടെ നിന്നു അല്ലേ. ഞങ്ങൾ ഇറങ്ങിയില്ല, കാരണം നമ്മുടെ ഡ്രസ്സൊന്നും അതിന് പറ്റിയ ഡ്രസ്സായിരുന്നു. പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി വരുന്ന ആൾക്കാരാണ്. ഫോറിനേഴ്സൊക്കെ അതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കണ്ടു, അത്രേ ഉള്ളൂ. ശരിക്കും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. നമ്മളെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കുളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മീനിന്റെ സംഭവം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇവിടുത്തെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. പിന്നെ ഈ ടെമ്പിളിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കുറെ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ഇങ്ങനെ ഹട്ട് പോലെ ഉണ്ടാക്കിയിട്ട് ഈ വീഡിയോ കാണിക്കുന്നതിന്റെ ഒരു സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് അവിടുത്തെ എന്തോ ഒരു ഫ്രൂട്ടാണ്, അതിനൊരു പേര് പറഞ്ഞിരുന്നു അവര്. കുറെ ഡിഫറെന്റ് നമ്മുടെ നാട്ടിൽ കാണാത്ത കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സും ഇതുപോലുള്ള ഡ്രസ്സും ആക്സസറീസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല നമ്മള് വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ അടിപൊളി ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പർച്ചേസിങ് ഭയങ്കര രസമായിരുന്നു. ഇവര് ഹലോ ഹലോ പറഞ്ഞിട്ടുള്ളൊരു ടോണാണ്, ഇവർക്ക് ഒരു സൗണ്ട് ടോണാണ്. പിന്നെ നമ്മള് ഫസ്റ്റ് ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം കാണിച്ചതിന് റേറ്റ് ചോദിച്ചാൽ ഫസ്റ്റ് 1 lakh വരും. അപ്പൊ നമ്മള് ആദ്യം നമ്മളെ നാട്ടിലത്തെ കറൻസി ആയിട്ട് അങ്ങനെ കമ്പയർ ചെയ്യും. Arabica and Robusta. Robusta behind, below. മൂന്നാം ദിവസം നമ്മൾ ഫുഡ് കഴിക്കുക. ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടി പോയ ഹോട്ടലാണ്. അതിൽ നല്ലൊരു ഫുഡ് അത്ര ഇഷ്ടമായില്ലെങ്കിലും ഭയങ്കരമായിട്ട് എല്ലായിടത്തും വീട്ടിനേക്കാൾ കൂടുതൽ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല തണുത്ത കാറ്റ് വരുന്ന നല്ല ഹൈറ്റിലുള്ളൊരു പ്രദേശമായിരുന്നു അത്. പിന്നെ അവിടെ തന്നെ കിൻഡാമനി വോൾക്കാനോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു അഗ്നിപർവ്വതം പൊട്ടിയൊരു പ്ലേസ് അവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു വ്യൂവിൽ ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കണേ. കുറെ ബാക്കി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫുഡ് ഐറ്റംസ് കൂടുതലായിരുന്നു. പക്ഷെ നമുക്ക് ടേസ്റ്റ് 2000-ലാണ് ഇതിന്റെ എറപ്ഷൻ ലാസ്റ്റ് ഉണ്ടായതെന്നാണ് പറഞ്ഞത്. നല്ല നല്ല തണുത്ത കാറ്റായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയതാണ് ഒരു കോഫി പ്ലാന്റേഷന്റെ അല്ലേ. അവിടെ ഷോപ്പുണ്ട്, അതേപോലെ
ലുവാക്ക് കോഫി എന്ന് പറഞ്ഞ കോഫിയാണ് ഫേമസ് ആയിട്ടുള്ളത്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള, വേൾഡിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫികൾ ഒന്നെന്ന് പറയപ്പെടുന്നത് ഈ ഒരു ജീവിന്റെ വേസ്റ്റ് ആണ് ആ കോഫി എടുത്തിട്ട് അത് പിന്നെ ക്ലീൻ ചെയ്ത് പ്രോസസ്സൊക്കെ ഒരു കൃത്യമായിട്ട് നമുക്ക് അവിടെ നിന്ന് അവർക്ക് പറഞ്ഞു തരുന്നുണ്ടാവും ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ്. പിന്നെ ഓരോ മറ്റേ സീഡിനും വരുന്ന ഡിഫറൻസ് എന്താണ്, അതിന്റെ റേറ്റിന്റെ മാറ്റം എന്താണ്. അതായത് കറക്റ്റ് ആ വേസ്റ്റ് ആയ സമയത്തുള്ളതാണ് ഈ പിക്ചറിൽ കാണിക്കുന്നത്. പിന്നെ അവര് അതെടുത്ത് വാഷ് ഔട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത ബോക്സിൽ, പിന്നെ അത് ഡ്രൈ ചെയ്തിട്ട് പിന്നെ അവരൊന്നൊരു ചട്ടിയിലിട്ട് വറുക്കുന്നുണ്ട്. അതിന് ശേഷം ഉള്ളത് അങ്ങനെ ഓരോ പ്രോസസ്സ് എങ്ങനെ ഇതിന്റെ എന്നുള്ളത് കറക്റ്റ് നമുക്ക് അവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പല പ്രോസസ്സാണ്. അപ്പൊ അതിലുള്ള ഓരോ പ്രോസസ്സിലും നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, അങ്ങനെ എല്ലാ സ്റ്റേജും കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് നമുക്കിങ്ങനെ അവിടെ പർച്ചേസ് ചെയ്യാനും കിട്ടും. ഇതാണ് ഒരു മേക്ക് ചെയ്യണത്, അതിന്റെ ഒരു മേക്കിംഗ് ഫൈനൽ സ്റ്റേജ് ആണ് ഇത്. ആ ഒരു കോഫിന്റെ സീഡ് എടുത്തിട്ട് ലാസ്റ്റ് അവരിങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ പിന്നെ പൊടിക്കുന്നത്. ഇപ്പൊ ഈ സമയത്തൊക്കെ ഭയങ്കര നമുക്ക് ആ ഒരു കോഫിന്റെ നല്ലൊരു ഫ്ലേവർ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല കിട്ടിയിരുന്നു. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ കുറെ പ്ലേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരു ടേസ്റ്റ് ചെയ്യാൻ തന്നു. അവിടെ കുറെ 14-15ഓളം തരം കോഫികൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. ലുവാക്ക് കോഫി മാത്രം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നില്ല, കാരണം അത്ര എക്സ്പെൻസീവ് ആയതുകൊണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യായിരുന്നു. പിന്നെ അതും ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മളത് പർച്ചേസ് ചെയ്തില്ല. നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. പലതരം ഉണ്ട്, പാണ്ടനാസ്, അങ്ങനെ കുറെ പേരില്. എനിക്ക് തോന്നുന്നു നമ്മളെ കോഫി ആയിട്ട്, നമ്മളെ നാട്ടിലത്തെ കോഫി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നോർമൽ കോഫി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു അല്ലേ? ചിലപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇഷ്ടമല്ലാത്തോണ്ടായിരിക്കും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തോണ്ടായിരിക്കും. ഇത് വഴിയിരിക്കുന്ന ഒരു ചക്ക ടേസ്റ്റ് ചെയ്തതാണ്. പിന്നെ നമ്മളെ ടീമാണല്ലോ, കേരളക്കാരാണല്ലോ, എന്തായാലും നമുക്ക് ചക്ക കണ്ട പിന്നെ അങ്ങനെയാണല്ലോ. അവിടുത്തെ ഒരു പ്രത്യേകതരം ചക്കയാണ്, നമ്മളിവിടെയും വാങ്ങാൻ കിട്ടും, ലുലുവിലൊക്കെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. ഇതൊരു വില്ലേജ് ആയിരുന്നു. അത് വില്ലേജ് പറഞ്ഞാല് ഇവിടെ ട്രഡീഷണൽ ആയിട്ട് ഇവരിവിടെ അവിടുത്തെ ആൾക്കാർ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് അതിന്റെ ആ ഒരു ഇതിൽ തന്നെ ഒരു ജീവിച്ച ആ ഒരു സെറ്റപ്പിൽ തന്നെ ഇങ്ങനെ പോവുക. ഇവിടേക്ക് ഫോറിനേഴ്സും ബാക്കി ട്രാവലേഴ്സും ഇവരൊക്കെ വന്നിട്ട് കാണാം. അതിൻ്റെ ഒപ്പം ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കുറെ പ്രോഡക്ട്സ് ഉണ്ടാവും, അത് നമുക്ക് സെല് ചെയ്തേയും നമ്മളത് വാങ്ങാം. പെങ്കാരിപുരം എന്നാണ് ആ വില്ലേജിന്റെ പേര്. നല്ല വൃത്തി ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഒരു വേസ്റ്റോ ഒന്നും ഇടാത്ത ഭയങ്കര വൃത്തിയുള്ള, നമ്മളെ നാട്ടിൽ നിന്ന് അത്ര ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് വേറെ എവിടെയും കാണാൻ പറ്റില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു കൾച്ചർ നിലനിർത്തിക്കൊണ്ട് ആണ് അവരിപ്പോഴും അവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞ് അവരെ വീട് ഇത് തന്നെയാണ് അവരുടെ വീട്. ഇതിങ്ങനെ വീടിന്റെ സൈഡിലായിട്ട് കുറെ സാധനങ്ങൾ വെച്ചിരിക്കും, നമുക്കത് പർച്ചേസ് ചെയ്യാം. അതേപോലെ ഫുഡ് ഐറ്റംസും ഫ്രൂട്ട്സും കുറെ ഉണ്ടായിരുന്നു. അവരെ വീട്ടിൽ കയറി നമുക്ക് അവരെ ഫുഡ് എങ്ങനെയാണ് അതൊക്കെ നമുക്ക് ചോദിച്ചറിയാനും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റും. അത്രയും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, കുറെ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഒരു ലോക്കൽ വില്ലേജ് ആണ്, നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഇത് നമുക്ക് സ്നേക്ക് ഫ്രൂട്ടാണ്, നമ്മളിവിടെയൊക്കെ ചില സമയത്തൊക്കെ കിട്ടാറുണ്ട് തോന്നുന്നു. ഒരു ടേസ്റ്റി അല്ലെങ്കിൽ ഹെൽത്തി ആണ്. ഒരു ചെറിയൊരു അത്ര സ്വീറ്റ് ഒന്നല്ല, കുറച്ച് ചില ആൾക്കാർക്ക് ഇഷ്ടമാവുണ്ടാവുള്ളൂ. പിന്നെ ഇതേപോലെ കുറെ ചെറിയ ചെറിയ സ്പോട്ടുകൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ഭയങ്കര നീറ്റാണ്, നമുക്കിങ്ങനെ എന്താ പറയാ, അത്രയും നല്ല, പിന്നെ ഭയങ്കര കാമൻ ക്വയറ്റായിട്ടുള്ളൊരു ഇതായിരുന്നു. പീസ്ഫുൾ ആണ്. നമ്മൾ വന്നിട്ട് ആൾക്കാർ വീട്ടിൽ സൗണ്ട് ഉണ്ടാക്കണ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വില്ലേജ് കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട എന്തായിരുന്നു, ഫുഡായിരുന്നു. അപ്പോൾ ഫുഡിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇന്ത്യൻ ഫുഡ് തന്നെ കഴിച്ചിട്ട് നമുക്കൊരു ചേഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ്. ബത്തൂത്ത ചിക്കൻ നമ്മൾ ടേസ്റ്റ് ചെയ്തത്. അവിടെ എഴുതിയിട്ടുണ്ട് അയാം എന്ന് പറഞ്ഞ കോഴിയാണ്. അതെല്ലാവർക്കും അറിയാം, കോഴിയാണെന്നില്ല, അതല്ല ശരിക്കും കോഴിയാണ്. അങ്ങനെ ബത്തൂത്ത ചിക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പൈസിയാണ്, ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ബാക്കി ആരും കഴിച്ചിട്ടില്ല. ഇത് ഒന്ന് സ്റ്റീംഡ് ചിക്കനും പിന്നെ ഒന്ന് സ്പൈസി, അങ്ങനെ രണ്ടെണ്ണമാണ് നമുക്ക് വന്നിരുന്നത്. നമ്മൾ സ്റ്റീംഡ് വാങ്ങി, സ്പൈസി വാങ്ങി. ഞാനത് ഫുള്ള് കഴിച്ചു, ബാക്കിയുള്ള എല്ലാവരുടെ പ്ലേറ്റിലും ബാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ടൊക്കെ ആയിരുന്നു. നമ്മളെ ടൂർ ഗൈഡ് നമ്മളെ കൊണ്ടുവന്നിരുന്നിട്ട്, കാരണം ഇവിടെ എന്താ പറയുക, ചെറിയ റേറ്റിന് നല്ല
ബാലിയിൽ കിട്ടുന്ന എല്ലാ സംഭവങ്ങളും കിട്ടുന്നതാണ് കൊണ്ടുവന്നത്. അതൊരു പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സ്പോട്ട് എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് ഒന്നുകൂടി ലോക്കൽ ഏരിയാസിനുള്ള ചെറിയ ചെറിയ ഷോപ്പിൽ നിന്നാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ കൂടുതൽ സാധനങ്ങൾ എടുത്തത്. അവിടെ നിന്നാണ് അത്യാവശ്യം എല്ലാം കിട്ടുന്ന പോലെ അഫോർഡബിൾ റേറ്റ് നമുക്ക് കിട്ടിയത് അവിടെ നിന്നായിരുന്നു അല്ലേ. കൂടുതൽ കളക്ഷൻസ് അവിടെ ആയിരുന്നു. ഇവിടെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആർക്കും ഗിഫ്റ്റ് കൊടുക്കേണ്ടതൊക്കെ ആയിട്ടുള്ളത്. പിന്നെ ഫ്രീ വേറെ എന്താ പറയുക എസിയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പതുക്കെ പർച്ചേസ് ചെയ്യാത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടി പോകാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അപ്പൊ നമ്മൾ അന്ന് കഴിഞ്ഞ സ്പോട്ടിൽ നമ്മൾ പറഞ്ഞില്ലേ ഒരു ടെമ്പിളിൽ പോയി പിന്നെ വില്ലേജ് പോയപ്പോഴൊക്കെ ഉള്ള അതുപോലുള്ള സ്പോട്ടിൽ നിന്നാണെങ്കിൽ കറക്റ്റ് ഐറ്റംസ് കിട്ടും. എന്തൊക്കെ പറഞ്ഞാലും ഒരു 5-6 ലക്ഷം രൂപയ്ക്ക് പോകുന്ന നമ്മൾ പർച്ചേസ് ചെയ്യുള്ളൂ. 5-6 ലക്ഷം അത് നമ്മള് അവിടുത്തെ കറൻസി ആയിട്ട് നോക്കുമ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഏകദേശം ആ ഒരു എമൗണ്ടിന് പർച്ചേസ് ചെയ്തു. പിന്നെ അവിടെയുള്ള എല്ലാവരും ഏകദേശം ഓരോ ട്രഡീഷണൽ ഡ്രസ്സിലൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഈ ഡ്രസ്സും ഒരു ആക്സസറീസ് ഒക്കെ നമുക്ക് മേടിക്കാനും കിട്ടും. പിന്നെ നമ്മള് അടുത്ത ഡേ തുടങ്ങി. അടുത്ത ഡേ നമ്മള് പ്ലാന് കറക്റ്റ് നമ്മൾ തലേ ദിവസം തന്നെ എന്താ ഏതാന്നൊക്കെ ഉള്ളത് നമുക്ക് നമ്മൾ ടൂർ ഗൈഡ് തരും. രാവിലെ ഒരു ടൈം പറഞ്ഞാൽ എല്ലാവരും ആ സമയത്തേക്ക് എത്തും. ഇതേപോലെ ബസ്സിൽ എല്ലാവരും റെഡി ആയിരിക്കുന്നുണ്ടാവും. പിന്നെ നമ്മളെ കൂടെയുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം ഏജ്ഡ് ആയ ആൾക്കാരായിരുന്നു. അവരൊക്കെ കറക്റ്റ് നല്ല പഞ്ച്വാലിറ്റി ഉണ്ടായിരുന്നു അവർക്ക്. നമ്മളായിരുന്നു ലേറ്റ് ആക്കിയിരുന്നു. ഇത് തമൻ ആയുൻ ടെമ്പിൾ എന്ന് പറഞ്ഞ വീണ്ടും ടെമ്പിൾ. ബാലി എന്ന് പറഞ്ഞാൽ പഴയ ടെമ്പിൾ ആണെന്ന് വീണ്ടും പറയാണ്. അപ്പൊ തമൻ ആയുൻ ടെമ്പിൾ ഇതിനൊക്കെ ഓരോ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഓരോ ടെമ്പിളും ഡിഫറെന്റ് ആണ് കാണാന്. അതായത് ഇതിന്റെ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ളത് കാണാനുള്ളത് വേറെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളതും ഡിഫറെന്റ് ആണ്. ഓരോ ടെമ്പിളിലും ചെയ്യുന്നത് കാണാനായിട്ട് തന്നെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഓരോന്നും ഡിഫറെന്റ് ആണ്. അപ്പോൾ നമ്മുടെ ടൂർ ഗൈഡ് അവിടേക്ക് വേണ്ട ടിക്കറ്റ് ഇതെല്ലാം അവരെന്നെ അറേഞ്ച് ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്തെടുത്ത് തരും. ഇവിടെ ഇതേപോലെ തന്നെ ആ ഒരു ധോത്തി ഉണ്ടാവും. നമ്മളിപ്പോൾ ഷോർട്ട് ഡ്രസ് ആണ് ഇട്ടിരിക്കുന്നത് വെച്ചാൽ ആ ധോത്തി ഇട്ടിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ. പിന്നെ ഇവിടെ എന്തൊക്കെ കോഴിപ്പോര് അങ്ങനത്തെ കുറെ ഐതിഹ്യങ്ങളുള്ള പ്ലേസ് ആണ്. പഴയ കാലത്ത് കുറെ വർഷം മുമ്പ് അങ്ങനെ നടത്തി പോന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടാണത്. ഭയങ്കര ഹൈറ്റാണ്. അവിടെ താഴത്തുനിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറെ ഡമ്മി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അവര്. ഇപ്പോഴും നടക്കുന്നില്ല, കുറെ മുന്നേ നടന്നിരുന്ന ഒരു സ്പോട്ടാണെന്നാണ് പറയുന്നത്. ബാലിയില് നമ്മള് തമിഴ്നാടൻ ടെമ്പിളൊക്കെ നെറ്റിലടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫോട്ടോ ആണിത്. ഇതാണ് ഇവിടുത്തെ ആ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഈ ഒരു ഏരിയക്ക് നമുക്ക് കയറാൻ പറ്റില്ല, കാരണം അവര് റിച്വൽ ആയിട്ടുള്ള എല്ലാവരും നടക്കുന്നത് സ്പോട്ട് അവിടെയാണ്. അപ്പൊ അവർക്ക് ആ ഒരു സമയത്ത് മാത്രം അവര് മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞത്. പിന്നെ ആ ടെമ്പിളിന്റെ ഉള്ളിൽ തന്നെ ഒരു ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. ഇത് ഒരു ആർട്ട് ഗാലറിയാണ്. ആ ടെമ്പിളിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ അവിടെ അതുവരെ നടന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസും പിന്നെ ടെമ്പിളിന്റെ ഒരു 3D പിക്ചറും അവിടെ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് മൊത്തം ടെമ്പിൾ എങ്ങനെയാണെന്നുള്ളതിന്റെ 3D റെപ്രസെന്റേഷൻ വരുന്നത് അത് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്ന വിധത്തിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് അവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു എന്നായിരുന്നു. നമ്മളിതൊക്കെ കണ്ട് ഏകദേശം അവിടെ ഷോ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതാണ് കാണുന്നത്. അവരൊക്കെ അവിടെ കണ്ടു. നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. തമിഴ്നാടൻ ടെമ്പിൾ കണ്ടതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. സാന്റാമോണിക്ക ആയതുകൊണ്ട് ഫുഡിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. നല്ല ഭക്ഷണവും നല്ല സർവീസ്, നല്ല ഹോട്ടലില് തന്നെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ
പൊതുവെ ഫുഡ് ഇഷ്ടപ്പെടുന്ന സമയം തെറ്റിയ ദേഷ്യം വരുന്ന ആളായതുകൊണ്ട് എനിക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കിട്ടിയത് ഭയങ്കര ഇഷ്ടമായിരുന്നു ട്രിപ്പ്. അതുപോലെ തന്നെ സാന്റാമോണിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ പോയ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിൽ അവിടെ ബാലിയിൽ വെച്ച് കഴിച്ചതിൽ വെച്ച് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ആംബിയൻസ് ആയിരുന്നു അല്ലേ, നല്ലൊരു അടിപൊളിയായിരുന്നു. ഒരു മൊത്തത്തിലുള്ള ഹോട്ടലിന്റെ റെസ്റ്റോറന്റിന്റെ ഒരു ആംബിയൻസ് കാണാൻ തന്നെ നല്ല അടിപൊളിയായിരുന്നു. കുറെ എല്ലാവരും ഗാർഡൻ വില്ലേജ് എന്നാണ് ഇതിന്റെ പേര്. കുറെ എല്ലാവരും ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഈ സീക്രട്ട് ഗാർഡൻ വില്ലേജ് എന്ന് പറയുന്നത് ഈ റെസ്റ്റോറന്റിന്റെ ബാക്കിലായിട്ടൊരു ചെറിയൊരു ഒരു ഗാർഡൻ ഉണ്ട്, നല്ല ഭംഗിയായി കാണാൻ. അവിടെ നമുക്ക് ചെറിയ ചെറിയ ഫങ്ഷൻസ് ഒക്കെ അവിടെ നടത്താറുണ്ട്. ഈ വെഡിങ്ങിന്റെ അല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ആയിട്ട് നടത്താന്ന് പറഞ്ഞു. നല്ല നല്ല രസമായിരുന്നു കാണാൻ. ഇതിങ്ങനെ ഒരു വെള്ളം നിറച്ചിട്ട് അതിൽ നല്ല പുഴങ്കല്ലുകൾ വെച്ചിട്ടുള്ള ഒരു ടൈപ്പിലാണ് അവർ ആർക്കിടെക്ചർ ചെയ്തിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ ഒരു ക്ലീൻ ചെയ്യണം, അത്രയും നന്നായിട്ട് അത് കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ നല്ല പാടാണ്. ഇതാണ് നമ്മളാ പറഞ്ഞ ആ ഒരു ചെറിയൊരു ഗാർഡൻ. ഇതിന്റെ നമുക്ക് നോക്കി കാണുണ്ടാവും ആ സെന്ററിൽ അവിടെ ഒരു ചെയറും ചെറിയത് ആ ഒരു സ്പോട്ട് ഉണ്ട്. അവിടെ നല്ല അത് നേരിട്ട് കാണാൻ ഭയങ്കര വ്യൂ ആയിരുന്നു. അവിടെ നമ്മൾ ചോദിച്ചു അങ്ങോട്ട് പോകേണ്ടത് ഇങ്ങനെ ചെറിയ ഫങ്ഷൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടാണ് അത്. ഫുഡും ആസ് യൂഷ്വൽ നമ്മൾ അവിടുന്ന് കഴിച്ചത് തന്നെയായിരുന്നു. ട്രഡീഷണൽ ഉണ്ടായിരുന്നു, അതേ കൂടെ ഇന്ത്യൻ ഫുഡും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാലിയിലൊക്കെ എല്ലാവരും കാണുന്ന ഒരു കുറെ ഫോട്ടോസ് ഇതിലൊക്കെ കാണുന്ന ആ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോയത്. വനഗിരി എന്നാണ് അതിന്റെ പേര്. കൂടുതൽ എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള ഒരു ലക്ഷ്യത്തിൽ പോയത് തന്നെയായിരുന്നു. ആ ഒരു ഇത് മാത്രമുള്ള അവിടെ ഈ കാണുന്ന കുറച്ചൊരു ഒരു 5-6 സ്പോട്ടില്ലേ ഫോട്ടോ സ്പോട്ടുകളുണ്ട്. ഒരു ഫോട്ടോ ബൂത്ത് പോലെ അവിടുന്ന് ഓരോരുത്തർ പോയാലോ ഫോട്ടോ എടുക്കുക. അതിന് മുന്നേ ടിക്കറ്റ് എടുക്കണം തോന്നുന്നു അല്ലേ? ടിക്കറ്റിന്റെ കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല, കാരണം നമ്മളെ ഇവിടുത്തെ ഗൈഡ് ബുർഹാനാണ് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് സാന്റാമോണിക്ക് ഇവിടെ ഏർപ്പാടാക്കിയ ഗൈഡാണ് ബുർഹാന്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫോട്ടോ എടുത്തു, എല്ലാ സെക്ഷനിലും പോയിട്ട് ഫോട്ടോ എടുത്തു. നല്ല ഫോട്ടോസ് ആയിരുന്നു അല്ലേ, നല്ല വ്യൂ ആയിരുന്നു അവിടുന്ന്. നമുക്ക് നമ്മളെല്ലാ ഫോട്ടോ എടുത്തു വന്നത് ജോളിച്ചേട്ടനായിരുന്നു. ജോളിച്ചേട്ടൻ നമ്മളൊരു ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു അവിടെ. തിരിച്ചും ജോളിച്ചേട്ടൻ്റെ ഫോണില് ജോളിച്ചേട്ടൻ നമ്മൾ കുറെ ഫോട്ടോസ് അങ്ങോട്ട് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത നമ്മൾ സ്പോട്ട് പറയുന്നത് ഒരു വാട്ടർഫോൾസ് ഒക്കെ ആയിരുന്നു. അത് അത്യാവശ്യം നമ്മളിപ്പോൾ നിൽക്കുന്ന വനഗിരിയിൽ നിന്ന് കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. ഗിറ്റ് വാട്ടർഫോൾസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട് പറഞ്ഞു. നമ്മൾ ടൂർ ഗൈഡ് പറഞ്ഞത് അത്യാവശ്യം നടക്കാനുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുത്തോ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ വലിയ പ്രശ്നം തോന്നിയില്ല, അത്യാവശ്യം കുറച്ച് ദൂരം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് കളിക്കേണ്ട നമ്മളെ നാട്ടിലെ പോലെയുള്ള ഗ്രൗണ്ടോ അല്ലെങ്കിൽ അല്ല ചെറിയ ചെറിയ പ്ലേസ് ഒന്നും പ്രത്യേകിച്ചൊന്നും കണ്ടോന്നില്ല. കുട്ടികൾ ഇങ്ങനെ കളിക്കണമൊന്നും അങ്ങനെ കണ്ടില്ല. അവർ ഈ ബീച്ചിന്റെ സൈഡിലോ അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പാർക്കിങ്ങിനായിട്ടുള്ള സ്പേസിലൊക്കെ ആയിരുന്നു. ഇതൊരു പെട്രോമാക്സ് ഉണ്ടല്ലോ, അത് ഓരോ ചില കടന്റെ ഷോപ്പിന്റെ മുന്നിൽ ഇതേപോലെ ഒരു ചെറിയ പെട്രോൾ അടിക്കേണ്ട ചെറിയൊരു ബോക്സ് ഉണ്ടാവും. അതിൽ വന്നിട്ട് വണ്ടീനൊക്കെ ഓരോരുത്തർ പെട്രോൾ അടിക്കും. ഇതിപ്പോൾ നമ്മൾ ആ ഗിറ്റ് വാട്ടർഫോൾസിലേക്ക് പോണ വഴിയാണ്. ഇതേപോലെ ഒരു ചെറിയ വഴിയിലൂടെ നമ്മൾ പോയത്. ആ പോകുന്നത് ഒരു 2 സൈഡിലും ചിലപ്പോൾ വീടോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യേണ്ട ചെറിയ ചെറിയ ഷോപ്പുകളോ അല്ലെങ്കിൽ കുറെ ഫ്രൂട്ട്സിന്റെ ഇതേപോലെ ഫ്ലേവറിന്റെ അങ്ങനെയുള്ള ഓരോ സ്പോട്ടിൽ കൂടെ നമ്മൾ പോയത്. കുറച്ച് നടക്കാനുണ്ട്, എന്നാലും നമുക്ക് ബോറടിച്ചൊന്നുമില്ല. ഒരു റിസ്ക് ആയിട്ട് തോന്നിയൊരു നടത്തായിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ അത്രയും ഇറങ്ങാനൊക്കെ പ്രയാസപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രയാസമൊന്നുമില്ല. കുറച്ച് കയറ്റാണെങ്കിൽ കുറച്ച് ഇറക്കാം, പിന്നെ നമുക്ക് കൂളായിട്ട് നടക്കാൻ പറ്റിയ ഏരിയ. നമുക്ക് പ്രശ്നം തോന്നായിരുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ 2 സൈഡിൽ നമുക്ക് കാണേണ്ടതായിട്ട് കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചെറിയ ചെറിയ ഷോപ്പുകൾ അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ ഫ്രൂട്ട്സുകൾ നമ്മൾ കാണാത്ത കുറെ സംഭവങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് അവിടെ എത്തിയത് അത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പിന്നെ ഒരു വെയിലില്ലാത്ത സമയം ആയതുകൂടി നമുക്ക് ഒരു ക്ഷീണം തോന്നാതിരിക്കാൻ കാരണമായി. ഇതാണ് ആ വാട്ടർഫോൾസ്. നമ്മൾ കുറെ വീഡിയോസിൽ ഇതിലൊക്കെ കണ്ടായിരുന്നു.
നല്ലൊരു സ്പോട്ടാണ്. നല്ല തണുത്ത കാറ്റ് വരുന്നു. അത്ര നല്ല ഹൈറ്റിൽ നിന്നാണ് ആ വെള്ളം വരുന്നത്. കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. മുന്നേ നമ്മൾ ബാലി ഫോട്ടോസിൽ കണ്ടൊരു സ്പോട്ടാണിത്. വാട്ടർഫോൾസ് കണ്ടതിന് ശേഷം നമ്മൾ പോയത് സൊനാരി ലൊവിന എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ടിലാണ്. അത് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പാഷാറ്റിലേറില്ല, ഇപ്പോൾ തലേദിവസം താമസിച്ചതിനേക്കാൾ ഒന്നുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ചും കൂടി വ്യൂ ഉള്ള ഒരു റിസോർട്ടായിരുന്നു. ബീച്ച് വ്യൂ ആണ് അവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത്. കാരണം ഡോൾഫിൻ വാച്ചിങ് ആയിരുന്നു നമുക്ക് അടുത്ത ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റിയിട്ട് ആ ഒരു സീ വ്യൂ ഉള്ള ഒരു റിസോർട്ടായിരുന്നു അല്ലേ സ്റ്റേ ഉണ്ടായിരുന്നത്. അത് അത്യാവശ്യം നല്ല, പക്ഷെ ഇവിടെ നമ്മൾ റൂം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. കാരണം അവർ പറഞ്ഞതൊന്ന് ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടൈം എടുത്തു. ആ സമയം നമ്മൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് സംസാരിച്ച് ജ്യൂസൊക്കെ കുടിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്ന് ഏകദേശം എല്ലാവരും അത്യാവശ്യം ടയർഡായിരുന്നു അല്ലേ അന്നത്തെ ഒരു ദിവസം. വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹോട്ടലാണ് അടിപൊളിയായിട്ടുള്ളത്. പക്ഷേ സർവീസും കാര്യങ്ങളൊക്കെ ഒന്നെങ്കിൽ മറ്റേ ഹോട്ടലായിരുന്നു പറഞ്ഞ ആദ്യത്തെ ദിവസത്തെ ഹോട്ടലായിരുന്നു. ഇവിടെ പിന്നെ ഒന്നുകൂടി എക്സ്പെൻസീവും കുറച്ച് പഴയതാണെങ്കിലും എക്സ്പെൻസീവ് ആണ്. അത് മേ ബി ചിലപ്പോൾ സീ വ്യൂ ഉള്ളതുകൊണ്ടായിരിക്കും അത്ര. പക്ഷെ ഈ ഹോട്ടലിന്റെ ഉള്ളല്ല, നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോഴാണ് ഒന്നും കൂടി നല്ലത്. റൂമും കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ ഹോട്ടലിന്റെ റൂമായിരുന്നു ഒന്നും കൂടി അടിപൊളി. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിക്ക് നമുക്ക് ബോട്ടിൽ കയറണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളൊരു 5 മണിക്കൊക്കെ എണീറ്റ് ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്ത് ജസ്റ്റ് ആ ഹോട്ടലിൽ ഇങ്ങനെ പുറമൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി. നല്ല നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഒന്നാമത് ആ സമയം ആയതുകൊണ്ടായിരിക്കും. പിന്നെ നല്ല നീറ്റായിരുന്നു റിസോർട്ട്. ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ വില്ലാസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് സിംഗിൾ റൂംസും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സിംഗിൾ റൂംസിലായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് സ്റ്റേ. പിന്നെ ഇവിടുന്ന് പോയിട്ട് നേരെ നമ്മൾ ബോട്ട് കയറിയിട്ട് ഡോൾഫിൻ വാച്ചാണ് മിനി. ദൂരം നമ്മൾ ഈ ഒരു ചെറിയ ബോട്ടിൽ ഇങ്ങനെ പോകും. നമ്മളങ്ങനെ ഒരുപാട് പേര് ഇരിക്കണം അങ്ങനത്തെ ബോട്ടല്ല, അങ്ങനെ ക്രമത്തിൽ ഇരിക്കണം, വരിയായിട്ട് ഇരിക്കണം അങ്ങനത്തെ ബോട്ടാണ്. ഇതിൽ കുറച്ച് ദൂരം പോകാനുണ്ട്. അവർ ഡോൾഫിൻ്റെ ഏരിയ ഒക്കെ ഇവർക്ക് കൃത്യമായിട്ട് അറിയും. നല്ല വ്യൂ ആയിരുന്നു. ഒരു സൂര്യൻ ഉദിക്കണ ഒരു വ്യൂ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ബോട്ടുകൾ ഉണ്ടായിരുന്നു. നമ്മൾ മാത്രമല്ല, നമ്മള് റിസോർട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർ ആ ഒരു സമയത്ത് ഇറങ്ങി. ശരിക്കും ഡോൾഫിൻ വാച്ചിങ് അല്ല, ഡോൾഫിൻ ഹണ്ടിങ് ആണ് ഇത്. എവിടെയെങ്കിലും ഒരു ഡോൾഫിന്റെ ഒരു സൈഡ് കണ്ട നമ്മളെ ബോട്ടിലുള്ള ആളാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകും. അത് നോക്കിയിട്ട് ബാക്കി ബോട്ട് മൊത്തം അങ്ങോട്ടേക്ക് വരും. അപ്പൊ എന്ത് ചെയ്യും, അവിടെ കണ്ട ഡോൾഫിന് അവര് പിന്നെ അത് കാണാനുണ്ടാവും. ശ്രദ്ധിച്ച് നോക്കിയാൽ ഡോൾഫിനെ ചാടുന്നത് കാണാതാണ്. ഡോൾഫിനെ
പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഡോൾഫിൻ വാച്ച് നേരിട്ട് കാണുന്നത്. അപ്പോൾ ഭയങ്കര ഒരു നല്ല രസമായിരുന്നു കാണാൻ. ഏകദേശം ഒരു 300-400 ബോട്ടൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു സ്ഥലത്ത് ഡോൾഫിനെ കണ്ട് ഭയങ്കര സ്പീഡിൽ എല്ലാ ബോട്ടും അങ്ങോട്ട് പോകും. പിന്നെ അവിടുന്ന് അടുത്ത സ്ഥലത്തുണ്ട്, പിന്നെ നേരെ തിരിച്ച് അങ്ങോട്ട് പോകും. അങ്ങനെ എന്തായാലും ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം സമയം നമ്മൾ ഈ ഒരു ഡോൾഫിൻ വാച്ചിങ്ങിന് വേണ്ടി ചെലവഴിച്ചു. പക്ഷെ ഒരു പ്രശ്നം വെച്ചാൽ അപ്പത്തിന് വിശന്നിരുന്നില്ലേ? ഭയങ്കരമായിട്ട് ഒരു കടലിൽ പോകണ്ടാണെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചു വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡി ആയിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റപ്പ് ആയിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് പരിഷ്കരിയാൻ ശ്രമിച്ചതാണ്. പൊതുവെ ബ്രേക്ക്ഫാസ്റ്റിനോട് താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും സെറ്റ് ആയിരുന്നില്ല. ഞാൻ കൂടുതൽ കട്ട് ഫ്രൂട്ട്സ് ആയിരുന്നു കഴിച്ചിരുന്നത്. പിന്നെ നമ്മൾ ആ റിസോർട്ടിൽ നിന്ന് നമ്മൾ ഡോൾഫിൻ വാച്ച് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ സ്റ്റേ ചെയ്തിരുന്നത്. അവിടുന്ന് തിരിച്ചു പോന്നിട്ട് വീണ്ടും ഒരു പർച്ചേസ് ചെയ്യേണ്ട ഒരു സ്പോട്ടിലേക്കാണ് എത്തിയത്, കൃഷ്ണ. അത് അവിടെ വന്നപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ഇതുപോലുള്ളൊരു സ്കേർട്ട്, അവിടെ ട്രഡീഷണൽ സ്കേർട്ട് ഉണ്ടല്ലോ, അത് ഒരു ഷോൾ വെച്ചിട്ടാണ് അവരിങ്ങനെ ചെയ്യുക. അപ്പം എനിക്ക് ആ ഷോൾ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. അവിടെയുള്ള സ്റ്റാഫുകൾ എനിക്കത് അങ്ങനെ സ്കേർട്ട് എടുത്ത് തരുകയും ചെയ്തിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് ബസ്സിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ കുറേ സംസാരിച്ചു, പാട്ടൊക്കെ പാടി. അപ്പൊ വീണ്ടും നമ്മൾ വേറൊരു ടെമ്പിളിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊരു ലേക്ക് സൈഡ് ടെമ്പിളാണ്, ഉളുന്താനു അല്ലേ? അത് അത്യാവശ്യം വേറൊരു വ്യൂ ആയിരുന്നു കാണാന്. ഇതുപോലുള്ള ടിക്കറ്റ് നമുക്ക് മുന്നേ നമ്മൾ ടൂർ ഗൈഡ് അറേഞ്ച് ചെയ്ത് തന്നിരുന്നു. ഓരോ കയ്യിലെല്ലാം റെഡി ആയിരിക്കും. അങ്ങനെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇത് നമ്മൾ കണ്ടിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്പേസ് ഉണ്ടായിരുന്നു. ഈ ടെമ്പിളിന് നല്ല വലിയ സ്പേസിൽ കുറെ ഗാർഡനൊക്കെ ആക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിലുള്ള ഒരു സമയമായിരുന്നു. കുറെ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. ഇങ്ങനെ ഈ ഓടിപ്പോകാണ്ടാല് ഇതിന്റെ ഐതിഹ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് കാണാനുള്ള ത്വര കൊണ്ടാണെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, ആരെങ്കിലുമൊക്കെ തപ്പണ ഒരു കപ്പിൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ കൂടെ ഉള്ളവരൊക്കെ ഓരോ വഴിക്ക് പിരിഞ്ഞു. ഇനി നമുക്കൊരു സമയം തന്നിട്ട് ആ സമയത്തിനുള്ള ബസ്സിൽ കയറിയാൽ മതി. എന്തായാലും അങ്ങനെ ആരെങ്കിലുമൊക്കെ പിടിച്ച് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ലൊരു വ്യൂ ഉള്ളൊരു ടെമ്പിളായിരുന്നു. നല്ല വ്യൂ ഉള്ള ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഫോട്ടോ ബൂത്ത് ഉണ്ടായിരുന്നു. അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സിൽ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഈ വീഡിയോ ഇത്രയും ലോങ് ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ പോണ ഓരോ സ്ഥലങ്ങളും ക്യാപ്ചർ ചെയ്ത് വെക്കുക എന്നുള്ള ഒരു എയിം മാത്രമായിരുന്നു. അപ്പം ഇനി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലും കുറേ കാലം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാലോ, എല്ലാം ഒന്നുപോലും മിസ്സാകരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ വീഡിയോ എടുത്തത്. ശരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ച രീതി ഇതായിരുന്നില്ല. ചിലപ്പോൾ അത് കാണുന്നവർക്ക് വലിയ ഇഷ്ടമാണെന്നില്ല, ബോറടിക്കാം, സ്വാഭാവികം. അടുത്തതായിട്ട് നമ്മൾ അഗ്രസീവായിട്ടുള്ള മങ്കീസുള്ള ഒരു
ഒരു ടെമ്പിളിലാണ് പോണത്. ഇവിടെ തന്നെ കയറി വരുമ്പോൾ ഇങ്ങനെ കുറേ പേര് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവും. അവരെന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഓരോ നമ്പറിലുള്ള ഷോപ്പുകളുണ്ട്. ആ ഷോപ്പിൽ നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഗൈഡായിട്ട് ഒപ്പം വരുന്നത്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല പ്രായമുള്ളൊരു മങ്കിയൊക്കെ ഉണ്ട്. അതാണ് ഇവിടുത്തെ നേതാവ്. അതൊക്കെ നമുക്ക് കാണിച്ചു തന്നു. അലാസ് കെഡക്ടോൺ എന്നാണ് ഇതിൻ്റെ ഒരു പേര്, ഈ ഒരു ഫോറസ്റ്റിന്റെ പേര്. ഇവിടെ കൂടുതൽ തന്നെ ഇങ്ങനെ ഈ ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെ പോകും. അപ്പൊ ഇഷ്ടംപോലെ മങ്കികളുണ്ടാവും. അവർ പറഞ്ഞിരുന്നു നമ്മളെ സാധനങ്ങളും ഫോണും എല്ലാ കാര്യങ്ങളും കറക്റ്റ് നോക്കണം, അവർ വന്ന് എടുക്കുന്നുള്ളത്. ഇവിടുത്തെ പ്രധാന ഒരു കാഴ്ച ഇതായിരുന്നു, ഈ ഒരു വവ്വാലിനെ കൊണ്ട് ജ്യൂസ് കുടിക്കുന്ന വവ്വാല്, ആപ്പിൾ ജ്യൂസ് കുടിക്കുന്ന വവ്വാല്. ഇത് ഭയങ്കര ഇണങ്ങിയൊരു വവ്വാലാണ്. ഇത്രയും വലിയൊരു വവ്വാലിനൊന്നും ഇവിടെ കാണലില്ല. ഇത്ര അടുത്ത് കണ്ടുകൊണ്ട് തോന്നുമായിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ വവ്വാലിനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം, നമുക്ക് ഒരാളൊന്നും പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ അതിന്റെ പൈസ എടുത്ത് പോലും പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞാല് ഇവിടെ ഉള്ള സ്റ്റാഫിനെ ഓരോ മെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ഥലം കാണിച്ചു തരില്ല, അവിടെ നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കലായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞങ്ങൾ സൺസെറ്റ് കാണാൻ പോയില്ല, കാരണം ഞങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് ലക്ഷങ്ങളും കൂടി ഞങ്ങളുടെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ലക്ഷങ്ങൾ തീർത്തിട്ട് വേണ്ട പോകാൻ. നാട്ടിലെത്തി കറൻസിക്ക് വലിയ കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ ഇവിടുത്തെ മണിന്ന് വീണ്ടും ആ മണിക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ വീണ്ടും പൈസ കുറയല്ലേ. അപ്പൊ നമ്മൾ മൊത്തം അവിടെ തന്നെ തീർക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ആ ഒരു സ്പോട്ട് നമ്മൾ കാണാൻ അറിഞ്ഞില്ല. നമ്മൾ ഫുള്ള് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളൊരു ചൈനീസ് മാർക്കറ്റ് ആയിരുന്നു. ചൈനീസ് മാർക്കറ്റിൽ കുറെ ചീപ്പ് റേറ്റ് കുറെ ചൈനീസ് പ്രോഡക്റ്റുകൾ നമ്മൾ കിട്ടുന്ന ടോയ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളെ ലാസ്റ്റ് ഡേ ആണിത്. നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലേക്കാണ് പോയത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് പോണത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത അല്ലെങ്കിൽ കാണാത്ത നമ്മൾ ഉപയോഗിക്കാത്ത ഒരുപാട് ഫ്രൂട്ട്സ് ബാലിയിൽ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് കാണാം, പറ്റണതൊക്കെ മേടിച്ചു പോവാം. കാരണം ഫ്ലൈറ്റിലാണല്ലോ, അപ്പൊ എല്ലാം കൊണ്ടുപോകുക ചിലപ്പോൾ പോസിബിൾ ആവില്ല. അപ്പോൾ ഇതേപോലെ അവരവിടുന്ന് മഷ്റൂം ഒക്കെ കുക്ക് ചെയ്ത് നമുക്ക് അത് ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ടായിരുന്നു. കാഴ്ചക്ക് ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്ത ഫ്രൂട്ട്സ് ആണ് അവിടെ കണ്ടത്. ഇനി എല്ലാം നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല. അവിടുത്തെ മെയിൻ സാധനം ഇതാ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ ഈ സ്നേക്ക് ഫ്രൂട്ട് ആയിരുന്നു. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണത്. പക്ഷെ എനിക്കെന്തോ അതിന്റെ ഫ്ലേവർ അത്ര കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മളെ കൂടെ വന്നാലൊക്കെ 9 കിലോനും 10 കിലോനൊക്കെ നാട്ടിലേക്ക് മേടിച്ചു പോയിരുന്നു, അവിടെ നാട്ടിലെ ആൾക്കാർക്ക് കൊടുക്കാനും പറഞ്ഞിട്ട്. പിന്നെ ഇതേപോലെ ഈ കാണുന്ന കുറെ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് നമ്മുടെ നാട്ടിലുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഉണ്ടായിരുന്നു. കുറെ ഏകദേശം എല്ലാവരും മേടിച്ചു അല്ലേ. നമ്മളെ നാട്ടിൽ തീരെ കാണാത്ത കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ച് നാട്ടിലേക്ക് പോകുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ട മെയിൻ എയിം പറഞ്ഞാലേ പറഞ്ഞല്ലോ, കുറച്ച് കറൻസി നമ്മളെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് എന്തെങ്കിലും ആ പൈസ പിന്നെ നാട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചിട്ട് പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അവിടുന്ന് എല്ലാവരും കൂടി ഓരോ ഫോട്ടോ എടുത്തു, കുറെ വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ ലാസ്റ്റ് നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മുടെ ടൂർ ഗൈഡ് ബുർഹാനോട് നന്ദി പറഞ്ഞ് നമ്മുടെ ഡ്രൈവറോട് നമ്മളെ സേഫാക്കി ഇത്രയും ദിവസം യാത്ര ചെയ്യിപ്പിച്ച എല്ലാവരോടും യാത്ര പറഞ്ഞ് ആണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. അവരെ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങി ഇനി വരുമ്പോഴും കാണാനൊക്കെ അവർ സംസാരിച്ചു. പിന്നെ ഒന്നുമില്ല, നമ്മൾ എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു, അതേപോലെ തിരിച്ചു പോവാന്നുള്ളതായിരുന്നു. ലൈഫിൽ ഒരു തവണയെങ്കിലും കാണേണ്ട സ്ഥലമാണ് ബാലി. എന്തായാലും എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് പോയി കാണണം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാന്റമോണിക്കയാണ് നമുക്ക് ഈ പാക്കേജ് അറേഞ്ച് ചെയ്ത് തന്നെ. സാന്റമോണിക്കനെ ഞങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നു. പിന്നെ വീഡിയോ ലെങ്ത് ആണെന്ന് ഞങ്ങൾക്ക് അറിയാം, ബോറടിച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ഉദ്ദേശിച്ചത് ഇങ്ങനെ ആയിരുന്നില്ല വീഡിയോ എടുക്കാൻ, പക്ഷെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ജസ്റ്റ് ഒരു ഓർമ്മക്ക് എന്നുള്ള പോലെയാണ്. ഇപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം.